ആണ്ടുവട്ടം 5-ാം വാരം വെള്ളി. തിരുവചനം: ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി. മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ. സ്കൂളിൽ എല്ലാവരും യൂണിഫോം ഇട്ട് വരുന്നതിൽ ആനിമോൾക്ക് സന്തോഷമാണ്. പണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്നവരും പാവപ്പെട്ടവരും ഇവിടെ തുല്യരായി കാണപ്പെടുന്നു. സ്റ്റേറ്റ് കലോത്സവത്തിൽ സമ്മാനം വാങ്ങുന്നതിന് ആനിമോളെ സ്കൂൾ അസംബ്ലിയിൽ ആദരിച്ചപ്പോൾ ആനിമോൾക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ ഒരു വീട് വയ്ക്കുവാനുള്ള തുക സംഭാവനയായി സ്വീകരിക്കുവാൻ അവളുടെ അപ്പനെ സ്കൂൾ അസംബ്ലിയിൽ വിളിച്ചു വരുത്തിയതിൽ അവളുടെ കുഞ്ഞു ഹൃദയം വേദനിച്ചു. കുടുംബത്തിൻ്റെ ഇല്ലായ്മയും ദാരിദ്ര്യവും സ്കൂൾ മുഴുവൻ അറിഞ്ഞതിലുള്ള നൊമ്പരം. എന്നാൽ അവളുടെ നൊമ്പരം യേശു തിരിച്ചറിയുന്ന പ്രതീതിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബധിരനും മൂകനുമായ മനുഷ്യൻ വീട്ടിലും സമൂഹത്തിലും ഒരു അധികപ്പെട്ടായിരുന്നു. അവൻ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ നിർത്തപ്പെട്ടപ്പോൾ അവനൊരു കാഴ്ച വസ്തുവായി മാറി. അവൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട യേശു ജനക്കൂട്ടത്തിൽ നിന്നും അവനെ വിളിച്ച് സാവധാനം പുറത്തു കൊണ്ടുവന്നു. യേശു തൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട പ്രതീതി. യേശു തന്നെ അംഗീകരിക്കുകയും ചേർത്ത് പിടിച്ച് യേശു സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു അനുഭവം അവന് ലഭിക്കുകയാണ്. എൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്നവനാണ് യേശു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ സുവിശേഷത്തിലെ ബധിരനും മൂകനും പോലെ ഞാനും ഒരു ഭാഗ്യവനായി മാറും.